ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ഭാഗ്യവതിന് ധാരയിൽ ഒരു പ്രാവശ്യം കൂടി ദൈവവചന ശുശ്രൂഷ ചെയ്യുവാൻ അവസരം ലഭിച്ചതിന് ദൈവത്തെ സ്തുതിക്കുന്നു. 13-ാം സങ്കീർത്തനം 2-ാം വാക്യം. എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും. കൊച്ചുകുട്ടികൾ ആവശ്യപ്പെടുന്നത് എന്തും ഉടൻ ലഭിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നു. ലഭിച്ചില്ലെങ്കിൽ അവർ കരഞ്ഞ് മുറവിളിയൂട്ടും. കാത്തിരിക്കാനുള്ള ക്ഷമ അവർക്കില്ല. എന്തുകൊണ്ട് വൈകുന്നു എന്ന് ചിന്തിച്ചറിയാനുള്ള വിവേകവും അവർക്കില്ലല്ലോ. ഏതാണ്ട് ഇതുപോലെയാണ് മുതിർന്നവരും പക്വതയാർന്നവരും എന്ന് അവകാശപ്പെടുന്ന നമ്മിൽ പലരുടെയും പെരുമാറ്റം. പല കാര്യങ്ങൾക്ക് വേണ്ടിയും നാം ഈശ്വരനോട് അപേക്ഷിക്കും. നമ്മുടെ ആവശ്യങ്ങൾ ഈശ്വര സമക്ഷം പ്രതീക്ഷയോടെ സമർപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഉടൻ ഉത്തരം ലഭിച്ചില്ലെങ്കിൽ നാം അസ്വസ്ഥരാകുമെന്ന് മാത്രമല്ല, പ്രാർത്ഥന നിഷ്പ്രയോജനമെന്ന് വിലയിരുത്തുകയും ചെയ്യും. ദൈവത്തിൽ നിന്ന് മാത്രമല്ല, കൂടെയുള്ളവരും നമ്മുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഒരു സംഭവം പറയട്ടെ. സ്കൂളുകളിൽ ക്ലാസ് ഉള്ള സമയത്ത് തൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ 10:30 കഴിഞ്ഞും വന്നില്ലെങ്കിൽ കുട്ടി വരാത്തതിൻ്റെ കാരണം ക്ലാസ് ടീച്ചർ കുട്ടിയുടെ വീട്ടിലോട്ട് വിളിച്ച് ചോദിക്കാറുണ്ട്. ഒരിക്കലൊരു ടീച്ചർ ഒരു കുട്ടിയുടെ വീട്ടിലോട്ട് വിളിച്ചു. അബദ്ധവശാൽ ഒരു നമ്പർ തെറ്റിപ്പോയി. ഫോൺ വേറൊരു വീട്ടിലോട്ടാണ് കിട്ടിയത്. അപ്പുറത്തുള്ള മറുപടി കേട്ട് ടീച്ചർ ഞെട്ടിപ്പോയി. അത് മറ്റൊന്നും ആയിരുന്നില്ല, തൂങ്ങാനും സമ്മതിക്കുകയില്ലേ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നായിരുന്നു. ടീച്ചർ ബുദ്ധിപരമായി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് തൂങ്ങാൻ ശ്രമിച്ചത്? അതെൻ്റെ ഭാര്യ എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നും വഴക്കാണ്, ഒരു മനസമാധാനവും ഇല്ല, ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. ടീച്ചർ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ കുറ്റക്കാരി, നിങ്ങളുടെ ഭാര്യ കുറ്റക്കാരി തന്നെ. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്ത് ഭക്ഷണമാണ് ഏറ്റവും ഇഷ്ടം? അതെനിക്കറിയത്തില്ല. വീണ്ടും ടീച്ചർ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട കളർ എന്താണ്, ഇഷ്ടപ്പെട്ട വേഷം എന്താണ്, അവർ എന്തെടുക്കുമ്പോഴാണ് കൂടുതൽ സന്തോഷിക്കുന്നത്, ഇതൊന്നും എനിക്കറിയില്ല എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അവരെ അറിയാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ പറയുന്നു ഭാര്യ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന്. നിങ്ങൾ അവരെ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ നിങ്ങളെ അറിഞ്ഞേനെ. നിങ്ങൾ അതിനൊന്ന് ശ്രമിച്ചു നോക്ക്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യേ. അത് അയാൾക്ക് ഒത്തിരി മാനസാന്തരം ഉണ്ടാക്കി. അയാളുടെ ജീവിതമേ മാറ്റിമറിച്ചു. ഇപ്പോൾ അവർ സന്തോഷത്തോടെ കഴിയുന്നു. ആ ടീച്ചറിൻ്റെ ഒരു വാക്ക് ഒരു ജീവൻ തിരിച്ചു കിട്ടാൻ തന്നെ കാരണമായി. ഇതുപോലെയാണ് നാം ഓരോരുത്തരും. മറ്റുള്ളവർ നമ്മുടെ ഇഷ്ടത്തിനൊത്ത് പെരുമാറണം. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഉടൻ ഉത്തരം ലഭിക്കണം. പക്ഷെ നാം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് നാം ഒരിക്കലും ചിന്തിക്കാറില്ല. 19-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ജോർജ് മുള്ളർ എന്ന സാമൂഹ്യ പ്രവർത്തകൻ നല്ല ആർദ്ര മനസ്സിന് ഉടമയായിരുന്നു. അദ്ദേഹം അനാഥ കുട്ടികളെ സംരക്ഷിച്ചു വളർത്തുന്ന ഒരു വലിയ അനാഥാലയത്തിൻ്റെ സ്ഥാപകനും പരിപാലകനുമായിരുന്നു. ചില സമയങ്ങളിൽ കുട്ടികൾക്ക് ഭക്ഷണത്തിന് പോലും വകയില്ലാതെ വിഷമിച്ചിട്ടുമുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൊണ്ട് തക്ക സമയത്ത് ആവശ്യത്തിന് ഉതവും വണ്ണം ഭക്ഷണ സാധനങ്ങൾ കൃത്യമായി അവിടെ എത്തിയിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രാർത്ഥന ഉത്തരം വൈകി മാത്രം ലഭിച്ചിട്ടുള്ള അവസരങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്നേഹിതനും ആ സ്നേഹിതൻ്റെ മകനും തെറ്റായ പാതയിൽ ചരിച്ചവരായിരുന്നു. മുള്ളർ ഇവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 40 വർഷത്തോളം പ്രാർത്ഥിച്ചിട്ടും ഇവർക്കൊരു മാനസാന്തരവും ഉണ്ടായില്ല. മുള്ളർ മരിക്കുമ്പോൾ പോലും ആ പിതാവിനോ മകനോ ഒരു പരിവർത്തനം ഉണ്ടായില്ല. എന്നാൽ മുള്ളറിൻ്റെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അബദ്ധസഞ്ചാരിയായ ആ പിതാവിന് പരിവർത്തനമുണ്ടായി. ഒരാഴ്ചയ്ക്ക് ശേഷം അയാളുടെ മകനും ആ അനുഭവത്തിലെത്തി. പക്വതയുടെ ലക്ഷണമാണ് ക്ഷമയും കാത്തിരിക്കാനുള്ള സന്നദ്ധതയും. എന്നാൽ എത്ര ദുഃഖം അനുഭവിക്കേണ്ടി വന്നാലും ഹൃദയങ്ങളെ അറിയുന്ന ദൈവം അത് നീട്ടിവെക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും യഥാസമയത്താണ്. ഗോഡ് ഈസ് നെവർ ടു ലേറ്റ്, നോർ ടു ഏർലി. ദൈവം ഒരിക്കലും വൈകി പോവുകയില്ല, നേരത്തെ ആവുകയുമില്ല. വൈകി പോകുന്നു എന്നുള്ളത് കൊണ്ട് നിഷേധിക്കപ്പെടുകയുമില്ല എന്ന് നാം ഓർക്കണം. ഡിലേയ്സ് ആർ നോട്ട് ഡിനൈൽസ്. നല്ലവനായ സ്വർഗീയ പിതാവ് അവിടുത്തെ ജ്ഞാനത്തിലും സമയത്തിനും വെച്ചിട്ടുള്ളതനുസരിച്ച് നമ്മുടെ അപേക്ഷകൾക്ക് ഉത്തരം വെള്ളുമെന്ന് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ എല്ലാ ആവലാതികളും ആവശ്യങ്ങളും കാരുണ്യവാനായ ദൈവസമക്ഷം സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.